തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമെടുത്തു. കാരണം വിവിധ വകുപ്പുകളുടെ തമ്മിലുള്ള ഏകോപനം, ഫയലുകളുടെ പൊസിഷൻ, ഇതെല്ലാം വലിയ അനിശ്ചിതത്വത്തിൽ കിടക്കുകയും ഫയലുകളുടെ മൂവ്മെൻറ്റ്സ് വളരെ സ്ലോയിലായും ചെയ്യുന്നതുകൊണ്ട് പല തീരുമാനങ്ങളും പലപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിരുന്നത് പോലെയുള്ളൊരു ഡാറ്റ ഡ്രിവൺ ഗവേണൻസിലേക്ക് ഗവൺമെൻറ് ചലിക്കുകയാണ്. വളരെ വേഗത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ വകുപ്പുകളിലും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള സംവിധാനം, അതാത് വകുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുമെല്ലാം ഓരോ ഫയലുകളുടെയും പൊസിഷൻ അറിയാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സംവിധാനമാണ്, ഏകോപനമാണ് വിവിധ വർക്ക്. പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും ഈ ഏകോപനം ഉണ്ടാകും, പ്രോജക്റ്റ് മാപ്പിംഗ് ഉണ്ടാകും. എവിടെയെല്ലാം ഏതെല്ലാം വകുപ്പുകളുടെ കീഴിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രോജക്റ്റുകളുടെ മാപ്പിംഗ്, എന്തായിരിക്കും പൊസിഷൻ എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തും. ഞങ്ങളുടെ പ്രാഥമികമായ പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയാണ് പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ടത് 10 കൊല്ലം കഴിഞ്ഞാലും പൂർത്തിയാകുന്നില്ല. 100 കോടിയുടെ സ്ഥാനത്ത് 1000 കോടി രൂപയാവുകയാണ് 10 കൊല്ലം കഴിയുമ്പോൾ. റേറ്റിൻ്റെ വർധനവ്, കോൺട്രാക്ടറുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കേരളത്തിൽ ഈ ഖജനാവിൽ നിന്നുള്ള ചോർച്ചയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് ഇതുവഴി നമ്മൾ തുടക്കം കുറിക്കുന്നത്. രണ്ടാമത് 2027 പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിൻ്റെ നാമനിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. സാധാരണ പേരുകൾ പുറത്തു പറയാറില്ല, ഞാനും പറയുന്നില്ല. അത് പറഞ്ഞ് അവർക്ക് കിട്ടാതിരിക്കുകയും കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോഴല്ല സാധാരണ അത് പറയാറില്ല. പക്ഷെ നമ്മൾ തീരുമാനമെടുത്തു പത്മ അവാർഡിന് ആളുകളെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി വിവിധ രംഗങ്ങളിൽ നിന്നുള്ള. പോലീസ് വാഹനമിടിച്ച് മരണമടഞ്ഞ സ്കൂൾ വിദ്യാർത്ഥിയായ ജിനിരാജിൻ്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കുന്നതിന് വേണ്ടി കൂടി സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന്, ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതൊരു ധനകാര്യ വിദഗ്ധൻ, റെയിൽവേ വിദഗ്ധൻ, പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ, അങ്ങനെ 3 പേരാണ്. അത് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും എൻ്റെ ഓഫീസിലെ OSD ഉൾപ്പെടെയുള്ളൊരു ടീമാണ് അത് ചെയ്തത്. അവരത് പരിശോധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക വിഭവശേഷി കാരണവും കൃത്യമായ സ്കോപ്പ്, സാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണം എന്നിവ തിട്ടപ്പെടുത്തുന്നതിനും യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക സാമൂഹ്യ പഠനവും നടത്താത്തതിനാലും ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിലെ സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ, അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കേരളയിൽ പറ്റിയത് ഈ പാരിസ്ഥിതിക പഠനവും മറ്റു കാര്യങ്ങളും നടത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു കാരണവശാലും ചെയ്യരുത്. പിന്നെ സംസ്ഥാന സർക്കാർ സ്വതന്ത്രമായി 3-4 കാര്യങ്ങളിൽ സ്വതന്ത്രമായി പഠനം നടത്തണം. ഒന്ന്, ചരക്ക് ഗതാഗത സാധ്യതകൾ. ഇതിപ്പോൾ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രാക്ക് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തുറമുഖാധിഷ്ഠിത വികസനത്തെക്കുറിച്ചും വിമാനത്താവള അധിഷ്ഠിത വികസനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ലാതെ പാസഞ്ചേഴ്സ് ട്രെയിൻ കൊണ്ട് മാത്രം ഇത് നമുക്ക് വരുമാനവും നമ്മൾ ചിലവാക്കുന്ന പണം
അത് തിരിച്ചടയ്ക്കാനോ ഒക്കെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതൊരു പ്രശ്നമാണ് അവർ തന്നിരിക്കുന്നത്. ബദൽ മാർഗങ്ങൾ എന്താണ് എന്നത് വിശകലനം നടത്തണം. ഭൂമിയുടെ ലഭ്യത, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഈ റിപ്പോർട്ടിലില്ല. നിലവിലുള്ളതും ഭാവിയിൽ വികസിക്കപ്പെടുന്നതുമായ മെട്രോ, തുറമുഖ, ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങളുമായിട്ടുള്ള സംയോജനം, ഇത്തരം കാര്യങ്ങൾ പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പഠനങ്ങൾ യഥാർത്ഥ ആവശ്യകതയും പദ്ധതിയുടെ വിശാലമായ ബഹുമുഖ സാമ്പത്തിക പ്രാധാന്യവും തെളിയിച്ചാൽ മാത്രമാണ് DPR തയ്യാറാക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് കമ്മിറ്റിയുടെ ഏകകണ്ഠമായിട്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം ഗവൺമെൻറ് അതിലുള്ള നടപടികൾ കൈക്കൊള്ളും. അല്ല, അതല്ല, നമ്മളിത് പഠിക്കട്ടെ. നമ്മളിപ്പോൾ ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇതാണ് പ്രധാനമായിട്ട്. കാരണം അതൊരു നല്ല ഇക്കണോമിക് മോഡലല്ല ഇപ്പം തന്നിരിക്കുന്നത്. കാരണം ഇത് പാസഞ്ചേഴ്സ് മാത്രമാണ് പോകുന്നത്, ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ല. നമുക്ക് ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റ് വേണം. നമ്മൾ കടലിൽ കൂടി ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റ് ആലോചിക്കുന്നു, റെയിലിൽ കൂടി കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ ഈ റോഡിലെ ജനസാന്ദ്രത, ഈ വാഹനങ്ങളുടെ സാന്ദ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല ഒരു നമുക്ക് ഇപ്പോൾ എടുക്കുന്ന കടം വലിയ തുക വരും, അതും കൃത്യമായി കണക്കാക്കിയിട്ടില്ല. വലിയ തുക വരുന്നത് നമ്മൾ ബാങ്ക് ലോണും മറ്റു കാര്യങ്ങളും മറ്റ് ബിസിനസ് മോഡലിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം പോലും ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാത്തൊരു സാഹചര്യം വരും. യാത്രക്കാരുടെ എണ്ണം പോലും കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഒരു അപൂർണമായ റിപ്പോർട്ടാണെന്നാണ് ഇടക്കാല സമിതിയുടെ ഇത്. സർക്കാർ ഇതിനെ സംബന്ധിച്ച് ഒന്നുകൂടി ആലോചിച്ച് ഇതിൻ്റെ ബദൽ മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ആലോചിക്കും. അല്ല, അത് സർക്കാർ പഠിക്കും. അവരോട് ഈ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനോട് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ ക്വസ്റ്റനെയർ അയച്ചു കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ അപൂർണമായൊരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കരുത് എന്നാണ് റെക്കമെൻഡേഷൻ. അല്ല, അതിവേഗ റെയിൽപാത സാധ്യമായ കാര്യങ്ങൾ, ഒന്ന് പാരിസ്ഥിതികമായ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒന്ന് അതിൻ്റെ സാമ്പത്തികമായ, ഞങ്ങൾ ആ രണ്ട് കാര്യത്തിലാണല്ലോ കേരളിനെ എതിർത്തത്. അതൊരു എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വേറൊരു എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ തുടക്കം കുറിക്കാൻ പറ്റില്ല. പിന്നെ അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ ആഘാതം ഏൽപ്പിക്കാതെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കുറേ കൂടി ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രോജക്റ്റ്, കേരളത്തിൻ്റെ ജോഗ്രഫി എല്ലാം നോക്കിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് മാത്രമേ അത് നടപ്പാവൂ. അതിൻ്റെ ഇല്ലില്ല, നമ്മളിത് അതിനുള്ള റെയിൽവേ കോമ്പിറ്റൻസ് നമുക്കില്ലല്ലോ. ഇതിനുള്ളത് അത് വേറൊരു ഏജൻസിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സംസ്ഥാന സർക്കാർ റോഡ് പണിയുന്നത് പോലെ അല്ലെങ്കിൽ വേറെ പാലം പണിയുന്നത് പോലെയുള്ള റെയിൽ പണിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം സംസ്ഥാന സർക്കാരിനില്ല. അല്ല, ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്സിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. അല്ല, അവരാണ് പരാതിപ്പെട്ടത് എന്നാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നത്. എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല. ഇവർ പരാതിപ്പെട്ടു എന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട 2 പേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്ത 2 പേരെ ആക്കണമെന്ന് പറയും. ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് അവരുടെ 2 പേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഈ വിവാദമായ 2 പേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങളവരെ പരിശോധിച്ചത്. ലിസ്റ്റിൽ തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. 2 പേരും മെമ്പർമാരാണ്. 2 പേരും വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അതാ AGയോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഗവൺമെൻറ് പ്ലീഡർമാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിൻ്റെ അടിയിൽ ഒപ്പിടാനല്ലല്ലോ നമ്മളിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ.
അപ്പോൾ അവരൊക്കെ പറയുന്ന നിർദ്ദേശിക്കുന്ന ആളുകളൊക്കെ തന്നെ വരും. ഈ രണ്ടുപേരും ഈ വിവാദത്തിൽപ്പെട്ട രണ്ടുപേരും. അപ്പോൾ ഈ വിവാദം ഒരാഴ്ചയായിട്ട് ഞാനും ആസ്വദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ല, കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഈ ബുധനാഴ്ച വരെ ഞാനും ആസ്വദിക്കുകയാണ്. ഈ രണ്ടുപേര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും രണ്ടുപേരും ഈ രണ്ടുപേരുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അല്ല, അതല്ലല്ലോ, അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ്. CPM-ൽ നിന്ന് വന്ന 5 പേര് സ്ഥാനാർത്ഥികളായിരുന്നു അസംബ്ലിയിൽ. BJP-യിൽ നിന്ന് വന്ന ഒരാൾ. അതൊന്നും എനിക്കറിയില്ല. എന്നോട് എന്തായാലും പറഞ്ഞിട്ടില്ല. എന്നോടൊരു പരാതിയും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്തൊരു പരാതിയും വന്നിട്ടില്ല. അത് സംബന്ധിച്ചൊരു പരാതിയും വന്നിട്ടില്ല. പരാതി നിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കണം എന്താണ് പരാതി. എൻ്റെ മുമ്പിൽ ആ പരാതി വന്നിട്ടില്ല. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെൻറ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെൻറ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല അവർക്കൊന്നും. അവർക്കൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ആവശ്യം. നിങ്ങളാണിത് ഊതി വീർപ്പിക്കുന്നത്. ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വിവാദം തീർന്നല്ലോ ഇതോടുകൂടി. നാളെ മുതൽ ഇല്ലല്ലോ ഇത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, വേറെ എന്തെങ്കിലും ചോദിക്കും. എന്താ ഇപ്പോൾ കുഴപ്പം? എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗം അവർക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ ഫിനാൻസ് നോക്കുന്ന എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്തായാലും ഒരു ഇംപ്രോപ്രൈറ്റി ഇല്ല. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് സംഭവമാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് സംവിധാനം ഫിനാൻസിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ഡേറ്റാസ് കൊടുക്കേണ്ടി വരും. ആ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയുടെ പുറത്ത് നിന്ന്, കമ്മിറ്റിയിൽ അംഗമല്ല, കമ്മിറ്റിയുടെ പുറത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ഏത് കമ്മിറ്റി നമ്മൾ വന്നാൽ ഇത് കാരണം ഒരുപാട് ഡേറ്റാസ് ഉള്ള കമ്മിറ്റിയാണ്. ആ ഡേറ്റാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കമ്മിറ്റി ആളുകളെ നമ്മൾ ഔട്ട്സൈഡ് വെക്കേണ്ടി വരും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം പ്രോപ്പറാണ്. ഞാൻ P. രാജീവ് എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി അല്ല എൻ്റെ ശൈലി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെൻറ് പ്ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. 17/7/2017 ഒന്നാം പിണറായി സർക്കാർ 5 സ്പെഷ്യൽ GP-മാരെയും 5 GP-മാരെയും നിയമിച്ചു. അന്ന് AK ബാലനാണ് നിയമമന്ത്രി, കൂടുതലായി നിയമിച്ചു. ഇനി ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ GP-മാരെയും 3 GP-മാരെയും നിയമിച്ചു. 6 പേരെ. അപ്പോൾ എത്ര പേരായി? 5 10 6 16 പേരെ പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള GP-മാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെൻറ് GP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പരിഹസിക്കുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയും? എന്താ പറയേണ്ടത്? ഇതിൻ്റെ അകത്തെ പ്രശ്നം ഞങ്ങൾക്ക് 23 പേരുടെ ഒരു നടപടിക്രമവും ഇല്ലാതെയാണ് ഇവർ ചെയ്തത്. ഞങ്ങളതല്ല, AG-യുടെ ഭാഗത്തു നിന്നും DGP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രപ്പോസൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് കൂടുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയിലെ പെറ്റീഷൻസ് 37,000 പെറ്റീഷൻസാണ് അവിടെ എണ്ണം വർദ്ധിച്ച് മറ്റ് ഹൈക്കോടതികളിലേക്കാൾ എണ്ണം കൂടുകയാണ്. കോടതി മുറികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് 23 പേരുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞ് പ്രപ്പോസൽ വന്നു. നമ്മളത് 23 സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം അത് 12 പേരാക്കി ചുരുക്കിയിട്ടാണ് നമ്മൾ അത് കൊടുത്തത്.
ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നേരത്തെ ചെയ്ത ആളുകൾ ഇപ്പോൾ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കുന്നത് ഇവരുടെയൊക്കെ വിമർശനത്തിൻ്റെ അടിത്തറ എന്താണ്? ആർക്കാ ആർക്കാ ചികിത്സാ സഹായം? അതൊക്കെ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് നേരത്തെ നിലവിലുള്ള ഒരു ഫോമിൽ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത്, ചികിത്സിക്കുന്ന ഡോക്ടർ സൈൻ ചെയ്ത്, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മറ്റത് ചിലത് എല്ലാം ഓൺലൈനിലായിരുന്നു. ചില കേസ് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വരും. ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ പിടിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. ചില കേസ് അർജൻറ്റായിട്ടുള്ള സർജറി നടത്തേണ്ട കേസ്, ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ട കേസ്, അങ്ങനെയാണ്. പേപ്പറിൽ മറ്റേ പണ്ട് ഏതോ സർക്കാരിലൊരു മന്ത്രി മറ്റേ സിഗരറ്റിൻ്റെ കൂടിൽ എഴുതി കൊടുത്ത പോലെ ഒന്നും ഞാൻ ചെയ്യില്ല. അത് തെറ്റായ അപേക്ഷ. ക്യാബിനറ്റിൽ വന്നിട്ടില്ല, അടുത്ത ആഴ്ചത്തെ ക്യാബിനറ്റിൽ വരും. അതല്ല, മിക്കവാറും സ്റ്റാഫ് എല്ലാമായി വല്ല 1-2 സ്ഥലത്തൊക്കെ ആയിരിക്കുള്ളൂ. അത് പരിശോധിച്ച് ചെയ്യും. അല്ല, നിങ്ങൾ തന്നെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കണത്? മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കണത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്കും പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക് മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിൻ്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്, ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? അത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുമല്ലേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലീഡായിട്ട് നിങ്ങൾ എഴുതുന്ന സാധനത്തിന് ഞാനെന്തിനാ മറുപടി പറയണേ? ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. SIT അന്വേഷിക്കുന്ന കാര്യത്തിൽ SITയിലെ ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ റിപ്പോർട്ടും കൊടുത്താൽ എനിക്ക് ഇപ്പം തന്നെ നടപടി എടുക്കണം, കാരണം ഏഷ്യാനെറ്റിൽ വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? അയാൾ കോടതി പോവും. അങ്ങനെ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ ആൾ കോടതി പോവും. ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞത് അജിത ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതിൽ ഞാൻ പറയും, എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ട് SIT ഉദ്യോഗസ്ഥരോട് വിളിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റുമോ? ദർ ഈസ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ നടപടി എടുക്കുകയോ നടപടി എടുക്കാതിരിക്കുകയോ രണ്ട് ചെയ്താലും ഇപ്പോഴുള്ള കാലത്ത് ആളുകൾ കോടതി പോകുമ്പോൾ നിങ്ങൾ വിമർശിക്കും, നടപടിക്രമം പൂർത്തിയാക്കാതെ നടപടി എടുത്തു, ആൾ കോടതിയിൽ പോയി സ്റ്റേ ചെയ്തെന്ന് ഇതേ റിപ്പോർട്ട് ചെയ്ത ആളുകൾ വേറെ വാർത്ത കൊടുക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം, സർക്കാർ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, നടപടിക്രമങ്ങൾ പാലിക്കാതെ നടപടിയെടുത്തു, അപ്പോഴും ഒരു വാർത്ത കൊടുക്കുക. ഇതൊക്കെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളാണ്. ഗവൺമെൻറ്റിനെ ഉണ്ടല്ലേ, ഞാൻ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങ് എപ്പോഴും കയറി ഇങ്ങനെ ബളം ഉണ്ടാക്കല്ലേ, ദേശാഭിമാനിയാണെന്ന് ഓർത്ത്. ഞാൻ പറഞ്ഞത് ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി ഉണ്ട് ഇല്ലേ ഏത് സർക്കാരിനും. ആ പ്രൊസീജിയർ ഫോർമാലിറ്റി പൂർത്തിയാക്കാതെ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളിത് അറിയാത്ത റിപ്പോർട്ടർമാരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിത് കണ്ട് ഞാൻ പറഞ്ഞല്ല, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഇപ്പം ഞാൻ ആസ്വദിക്കുകയാണ് ഈ വാർത്തകൾ കണ്ടിട്ട്. ഇതുപോലത്തെ വാർത്തകൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ പറ. ഞാനിപ്പോൾ അങ്ങോട്ടും ചോദ്യം ചോദിക്കാൻ പോവാ, ചെയ്യാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റുമോ? ആ SIT അല്ലല്ലോ ഇത്, അത് ഹൈക്കോടതി വെച്ച SIT അല്ലേ. അത് ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഈ ചോദ്യത്തിന്? അത് ഹൈക്കോടതി വെച്ച SIT ആണ്. ഇത് ഗവൺമെൻറ് ക്യാബിനറ്റ് യോഗം ചേർന്ന് തീരുമാനിച്ച് നടപടിയെടുത്ത് അവിടെ വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടട്ടെ. അങ്ങ് പറഞ്ഞ ചോദ്യവും ഈ സംഭവമായിട്ട് വല്ല ബന്ധമുണ്ടോ?
അല്ല, അങ്ങ് പറഞ്ഞ കാര്യവും ഈ സംഭവം വല്ല അല്ല പ്ലീസ് ഞാൻ പറയട്ടെ, വല്ല ബന്ധമുണ്ടാ? വേറെ ആളെ ചോദിക്കും. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നും കൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയാ, അതല്ലേ ചോദിച്ചത്. അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്, വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSc വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ്, ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MScയുടെ നിക്ഷേപം പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSc വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനിയില്ല. മന്ത്രിസഭ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ എന്താ പുനഃസംഘടന? അല്ല, ഇപ്പൊ പുനഃസംഘടന ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഏത് റിപ്പോർട്ട് എവിടെ വൈകിയെന്നാണ് നിങ്ങൾ തീരുമാനിച്ച പോരാ? ഇത് ഇല്ല, ഇത്രയും മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒക്കെ കൊടുത്ത വാർത്തയിലെ അബദ്ധം നിങ്ങൾക്ക് മനസ്സിലായി. അല്ലല്ല, അബദ്ധമാണ് നിങ്ങൾ കൊടുത്ത വാർത്ത. പറഞ്ഞല്ലോ, എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നിങ്ങളാണല്ലോ ഈ വാർത്ത ഉണ്ടാക്കിയത്. അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നും പറഞ്ഞല്ല. നിങ്ങൾ വാർത്ത കൊടുത്തു. നിങ്ങളിപ്പോൾ അത് വഴിയിലായി. ആ ആഭ്യന്തരമന്ത്രി വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു. നടപടിക്രമങ്ങൾ നിങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ഞങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതാണ് അത്. അപ്പം അറിഞ്ഞാൽ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. നിക്ക് എല്ലാവരും കൂടി ചോദിക്കില്ല. നിങ്ങളപ്പം അറിഞ്ഞാൽ മതി, ഞങ്ങൾ പറയും. നിങ്ങളപ്പം അറിഞ്ഞാൽ മതി എന്താണ് ഇതിൻ്റെ നടപടിക്രമമെന്നും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്നും തീരുമാനമെടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പം നിങ്ങൾ അറിഞ്ഞാൽ മതി. കൈരളിൽ നിന്ന് വന്ന നിർഭനായ LDF യോഗം ചേരാത്തതിനെ പറ്റി ഒരു പരാതിയില്ല. UDF ഞങ്ങൾ കുറേ ആദ്യം നടപടി ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. UDF എപ്പോൾ യോഗം തീരുമാനിക്കും? അതൊക്കെ വരുമെന്നേ. അതൊക്കെ സമയത്ത് വരും. അതൊന്നും മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ മുന്നണിയും പാർട്ടിയൊക്കെ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതെല്ലാം മനസ്സിലായി. ഇനി അടുത്തത് വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു. ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ വന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു.
അതിൽ രണ്ടുപേരെ എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോൾ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾ, അധ്യാപക സംഘടന CPMൻ്റെ KSTയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്? പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എൻ്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ നൂറുകണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത, അല്ലേ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത. അതൊക്കെ പരിശോധിക്കാം നമുക്ക്. തെറ്റായ വാർത്തയാണ്. അദ്ദേഹം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിരുന്നു. എന്നെ ഫോണിൽ കിട്ടാണ്ട് ഞാൻ ബജറ്റിൻ്റെ തയ്യാറെടുപ്പിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഫോണുണ്ടായില്ല, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, വളരെ കോഡിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച ഞാൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ ഇവിടുന്ന് എങ്ങും പോയിട്ടില്ലല്ലോ, ഫുൾ ടൈം ഞാൻ നിൽക്കുകയാണ്. പക്ഷെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാർത്ത, എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞാണോ പറഞ്ഞില്ല എന്നറിയില്ല, ഒരു യോഗത്തിൽ ഞാനിങ്ങനെ ഇത് കൊടുത്തില്ല എന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല, വാർത്ത വരുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോൾ ഇത് നിങ്ങൾ കേട്ടോ, തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ആലുവയിലുള്ള വസതിയിൽ ആളുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് കണ്ടു, എന്നെ വന്ന് അഭിനന്ദിച്ചിട്ട് അദ്ദേഹം പോയി. അതിനും വന്ന് ആരോപണം. അതിനെന്താ, ഞാൻ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വരാൻ പാടില്ല എന്ന് പറയാമോ? ഞാൻ പറയാൻ പാടില്ലല്ലോ. ആര് വന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാണ്. അദ്ദേഹം MLA കൂടിയല്ലേ. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. ഇവരൊക്കെ ആയിട്ട് നമ്മൾ കാണണ്ടേ? ജനപ്രതിനിധികളായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടും സംഘടനയുടെ ആളുകളായിട്ടും എത്രയോ സാമുദായ സംഘടനകളാണ് വരുന്നത്, എത്രയോ ബിഷപ്പ്മാരാണ് ഇവിടെ വരുന്നത്. സമസ്തയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം വന്നു കണ്ടിരുന്നു. അവർക്കൊക്കെ അവരുടേതായ മേഖലകളിലെ പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയാനുണ്ടാവും. അതുണ്ടാവും സ്വാഭാവികമായിട്ട്. അതിനെന്താ? Hello, these leaders were out of station, they couldn't come there. We have implemented all our programs there in Wayanad. Today in the cabinet, I appreciated Revenue Minister Anil Kumar and Agriculture Minister T. Siddiq for the work they have done. നമുക്കറിയാലോ, സാധാരണ ഇത്രയും ദുരന്തങ്ങളുണ്ടായ ബോഡി പോലും 2 ദിവസം കഴിയുമ്പോൾ തെരച്ചിൽ കഴിഞ്ഞ് അവസാനിപ്പിക്കും. ഇത് 8 പേരുടെ ബോഡി റിക്കവർ ചെയ്തു. അവരുടെ ബന്ധുക്കൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അവരിവിടെ വന്ന് അവരെ പ്രത്യേകമായി താമസിപ്പിച്ചു. ഞാൻ അവരെ പോയി കണ്ട് ആശ്വസിപ്പിച്ചു. അവർ ബോഡി തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഭംഗിയായിട്ട് ഏർപ്പെടുത്തി. അവിടുത്തെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ഭംഗിയായിട്ട് ചെയ്തു. അപകട മേഖലയിൽ നിന്ന് ആളുകളെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്തു. അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് കമ്പനിയുമായി, ഈ കൊങ്കൺ റെയിൽവേയുമായും അവരുടെ സബ് കോൺട്രാക്ടറായ ദിലീപ് കോൺ കമ്പനിയുമായും നമ്മുടെ മന്ത്രിമാർ ചർച്ച ചെയ്ത് ഗവൺമെൻറ് കൊടുത്ത നഷ്ടപരിഹാരം കൂടാതെ അതിനേക്കാൾ കൂടിയ നഷ്ടപരിഹാരം കമ്പനിയെ കൊണ്ട് കൊടുപ്പിക്കാൻ ധാരണയാക്കി.
അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള തുകകൾ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവരുടെ ബോഡി എംബാം ചെയ്ത് കൊച്ചിയിലെത്തിച്ച് പ്രത്യേക വിമാനത്തിൽ അവരുടെ നാട്ടിൽ എത്തിച്ചു. മുഴുവൻ നടപടിക്രമങ്ങളും വളരെ ഭംഗിയാക്കി ഗവൺമെൻറ് 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പൂർത്തിയാക്കി. ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. How can he say that when I am going for Mookambika temple, it is my personal right? I have a constitutional right to believe in the God. How can he say that that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I am a devotee of Kollur Mookambika. I am very happy to say that. For the last 37 years, I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകണ? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാനൊരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. നമ്മൾ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. നടപടിക്രമം അനുസരിച്ച് ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന ഒരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുക്കില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ വരുള്ളൂ. ധൃതി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല കാര്യത്തിൽ. കാരണം ഇതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സെക്യൂരിറ്റി ആസ്പെക്റ്റ് ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറിയിക്കേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം നമുക്ക് എടുത്ത് ചെയ്യാം. ഇനി ഇവർ വലിയ ഡീലാണ് മറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുവാനുള്ള നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അറിയാമോ? ഇവർ ചെയ്ത പരിപാടി അറിയാമോ? 2019 ഇത് തീർക്കേണ്ടിയിരുന്നത്. കരാറ് കൺസെഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് തീർന്നില്ലെങ്കിൽ 2024 തീരുള്ളൂ. ഇവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അമെൻമെൻറ്റ് വരുത്തി. ആര്? പിണറായി സർക്കാർ 5 വർഷം കൂടി നീട്ടിക്കൊടുത്തു. 5 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ 40 വർഷം ഇത് നടപ്പാക്കാനുള്ള അവകാശം 45 വർഷമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 40 എന്നുള്ളത് 45ആയി. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്, കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നു? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരം ഈ പീനലായിട്ട് ഈ വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം ഇൻറ്റു 12 ലക്ഷം ഒന്ന് കൂട്ടിയേ കാൽക്കുലേറ്ററിൽ. 219 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയതാണ്. 219 കോടി രൂപ അത് കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം കോവിഡ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല, പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറയണേ. അല്ലല്ല, ഇവർ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ.
5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്, 5 വർഷത്തേക്ക്. ന്യായീകരിക്കല്ലേ? 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു, 150 കോടിയാക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിൻ്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം, 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ല, അതും അവർ തന്നില്ല. അതും അവർക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അല്ല, ആരാണ് ഡീല്? ഇപ്പം ഇവരെ ഡീലിനെ കുറിച്ച് പറയട്ടെ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? അല്ല, ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. എന്തിനാണ് കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ? ഒന്നും ചെയ്യാതെ നിങ്ങളെ കൂടി ആഘോഷിക്കല്ലേ? വിഴിഞ്ഞത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കല്ലായിരുന്നാ? കുറേ ദിവസം ആഘോഷിക്കും. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒരു നടപടിയും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതല്ല അവിടെ ചോദിച്ചത്. എന്ത് തീരുമാനം എടുക്കും? തീരുമാനം എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിന് ഏതാണ് ഇൻട്രസ്റ്റ് അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കും. TIL അല്ല, അതല്ലേ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയല്ല. എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തന്ത്രപ്രധാനമായ കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളും പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗാണ് അത് പരിശോധിക്കേണ്ടത്. നമ്മൾ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് കൺസെഷൻ എഗ്രിമെൻറ്റ് വായിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചത്. അല്ല, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചു? എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ കുത്തക വരും. ആരുടെ? MSCയുടെ കുത്തക വരും. അവിടെ കുത്തക വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്, 5(8) ഉണ്ട്. ഇവിടെ കോമൺ യൂസർ ഫെസിലിറ്റി വേണം, മോണോപ്പൊളി പാടില്ല എന്നാണ്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം. നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ക്ലോസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിഘാതം എന്തെങ്കിലും ഉണ്ടോ, നമ്മളിതിന് അനുമതി കൊടുത്താൽ ഒന്ന് പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കാൻ പോണ തീരുമാനം ഇതായിരിക്കും, ഞങ്ങൾ ഇങ്ങനെയായിരിക്കും എടുക്കാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഊഹത്തിൽ വാർത്ത കൊടുത്തു. അതാണ് അജിത് കുമാറിൻ്റെ കേസിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, മനസ്സിലായ? നിങ്ങൾ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഇക്കാര്യത്തിലെല്ലാം തീരുമാനം ഞങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ശരിയാണെങ്കിലും പറയുമല്ലോ നിങ്ങൾ തെറ്റാണെന്ന്. അതൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ അവകാശം. തീരുമാനം ഇതാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്, ഇങ്ങനെ തീരുമാനം എടുക്കാം സർക്കാർ പോവുകയാണെന്നൊന്നും നിങ്ങൾ പറയല്ലേ. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് താ ദേവി. ഇല്ല, അതൊക്കെ അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ MD മാറ്റിയത് എന്തിന്? മാറ്റിയതുകൊണ്ടൊരു കുഴപ്പമില്ലെന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള CPM നേതാക്കന്മാർ പറഞ്ഞില്ലേ? വിഴിഞ്ഞത്തിലെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് സീനിയർ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ? ഇപ്പം എന്താ അവസാനം പഴയ നിയമമന്ത്രി പറഞ്ഞത് ഓഹരി കൈമാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? ഇപ്പം മാറ്റി. പക്ഷെ അതിനൊന്നും നിങ്ങൾ U-turn എന്ന് പറഞ്ഞില്ല. എങ്ങനെ? നോക്കാം, നമുക്കത് പരിശോധിക്കാം കേട്ടോ. നോക്കാം, അത് നമ്മൾ നോക്കാം, നമുക്ക് ആലോചിക്കാം. അല്ലാതെ സർക്കാരിനെ കൊണ്ട് സാധ്യമായതെല്ലാം അത്തരം കാര്യങ്ങളിൽ ഉറപ്പാട് ചെയ്യും. വെയിറ്റ്, ആരാ?
ഒക്കെ സംഘടനാപരമായ തീരുമാനമല്ലേ. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞു ആ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറ. അതിൻ്റെ ഞങ്ങൾ KPC പ്രസിഡന്റിനെ തീരുമാനിക്കാം. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. അല്ലല്ല അത് ശരി. അല്ലല്ല അതുപോലെ ആയ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? അല്ല അവിടെ ആവാം, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ആ ചോദ്യം കൂടിയൊക്കെ ഒന്ന് ചോദിക്കേ. ആ അത് ചോദിക്കൂലല്ലോ, ആകെ ചോദിക്കാമല്ലോ. അല്ല അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യമല്ലേ, അതെനിക്ക് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, KPC പ്രസിഡന്റ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ ചോദ്യം ശരിയല്ലല്ലോ, ആ ചോദ്യത്തിന് ഒരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. ഞാൻ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വിവാദമാക്കാനാണ് ഞാൻ എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാൻ അതിലൊന്നും വീഴില്ല അത്രയും ചോദ്യങ്ങൾ. എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഞാനും ആ വാർത്ത വായിക്കുന്നുണ്ട്. കംപ്ലൈന്റ് വന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. പരാതി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ പരാതിയില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ പോലീസ് പരിശോധിച്ച് ചെയ്യും. അല്ല അത് വാർത്തകൾ ഇങ്ങനെ വരുമല്ലേ, നിങ്ങൾ കുറച്ചുകൂടി കൊണ്ടുപോവാ പുറത്തേക്ക്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പറയുന്നത്. 8 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം ഒക്കെ അല്ലേ പറയില്ല. അതിലൊക്കെ കയറി നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാ. കുറച്ചുകൂടി അങ്ങോട്ട് ഈ മൈക്രോസ്കോപ്പിക് ലെൻസ് കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് ആ CPM-ന്റെ അവിടെ കുറച്ച് ഇപ്പുറത്തൊക്കെ ഒന്ന് വെക്കി. ഇങ്ങോട്ട് മാത്രം വെച്ചുകൊണ്ടിരിക്കല്ലേ. വാടക ഏത് വാടക കരാർ? അത് നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാം. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാം. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാന്നേ. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക. കരാർ ക്യാൻസൽ ചെയ്ത് അപ്പം അറിയിക്കാം. പോരെ? അല്ല പോരെ? അല്ല അത് പോരെ? ഞാൻ പറഞ്ഞിട്ടില്ല. വരട്ടെ, അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് മുൻ ആരോഗ്യമന്ത്രിയെ കൂടി നടപടികൾ കൂടി അന്വേഷിക്കുമെന്ന് പറയാമോ? ഞാനങ്ങനെ പറയാമോ? ഞാനല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. പരാതി വന്നാൽ പോലീസ് അന്വേഷിച്ച് ആ കാര്യം തീരുമാനിക്കും. ആരെല്ലാമാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ്, അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടോ, തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ആരാണ് അത് നടത്തിയത്, പ്രൊസീജിയർ ലാപ്സ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കട്ടെ. അല്ലാതെ ഈ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ തീരുമാനം എന്നെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കില്ലേ. നിങ്ങൾ എന്തൊക്കെ ചോദിക്കണേ, എന്തായി ചോദിക്കുന്നത്? I don't know. I will examine whether the police has received some complaints or not. I will check. I don't know. BJP is talking about a corruption free, and they have been saying again and again that both the LDF and UDF is corrupt. But at that time, such allegations are coming. What do you have to say on that? Let us check what is happening there. And can you also brief us the cabinet briefings in English, please? Cabinet briefings in English, the cabinet decisions in English, the high-speed rail. High-speed rail, the DMRL, Delhi Metro Rail Corporation, has submitted a project before the government. The government appointed a expert committee, including environment, railway and financial expert. They submitted a report before the government today. They are recommending that the report submitted by the DMRL is incomplete. There was no environment impact study. One thing. Second, there is no economic model in this project. And they have not studied about the viability and feasibility of the project. Fourth, only passenger services
are included in the proposal. When the government declared a policy to develop various ports and airports, the connectivity and logistics is very important. There is no mention about the logistics in this proposal. So this is an incomplete proposal. Government themselves have to examine various factors. Before preparing a DPR, government should not go for land acquisition and freezing of the land and other proceedings. So before preparing the DPR, the government has to examine various factors, the financial viability, the environment impact, and a number of passengers, possible number of possible passengers, and the possibility for the logistics. All these factors should be examined. Then only, if the government satisfied with all these facts, then only the government can direct the DMRL for preparing a detailed project report. This is the recommendation. Okay? മതി ദൂരം നേരെ മതി